ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ശനിയാഴ്ച. ഈ ആഴ്ച ഒരാഴ്ച അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്, അഥവാ പ്രതീക്ഷിക്കാവുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് കാർഡ് എടുത്ത് നോക്കാം. ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. രണ്ടാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് സോഡ്സ് ആണ്. മൂന്നാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് സോഡ്സ് ആണ്. നാലാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് 9 ഓഫ് കപ്സ് ആണ്. ആദ്യത്തേത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് നമ്മുടെ ധനപരമായ ഒരു വരവ് ചെലവുകളുടെ കാര്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഇത്ര നാളും എത്ര മാത്രം അധ്വാനിച്ചു എന്ന് ഒരു നിമിഷം ചിന്തിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നമ്മളെ പ്രതീക്ഷയ്ക്ക് എത്ര എനിക്ക് വരവുകളുണ്ടായോ, ഞാനതെങ്ങനെ ചിലവഴിച്ചു, ഇനി എങ്ങനെ മുന്നോട്ട് പോകാം, കൂടുതൽ ലാഭം കിട്ടണമെങ്കിൽ, കൂടുതൽ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു നിമിഷം ചിന്തിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കരിയറിൽ നമുക്ക് വേണ്ട വിധത്തിലുള്ള വരുമാനം, സംതൃപ്തിയൊക്കെ കിട്ടണമെന്നില്ല. പക്ഷേ നമ്മുടെ കൂടുതൽ അധ്വാനിക്കുകയും വലിയ പ്രതീക്ഷകൾ, നമ്മുടെ യൂണിവേഴ്സിൽ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ വിജയം സുനിശ്ചിതമാണെന്ന് ഈ കാർഡ് നമ്മളെ ഉപദേശിക്കുന്നു. അടുത്തത് പേജ് ഓഫ് സോഡ്സ് ആണ്. ഇത് പുതിയ ആശയങ്ങൾ ഒക്കെ ഉള്ള ഒരു യുവത്വത്തിൻ്റെ ഒരു എനർജിയാണ്. കൂടുതൽ ഉത്സാഹത്തോടെ മുന്നോട്ട് പോകാനും അതിവേഗം മുന്നോട്ട് പോകുന്ന ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ആളുടെ മുടിങ്ങനെ വായുവിലിങ്ങനെ പറക്കുന്നതായി കാണിക്കുന്നില്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തു ചാടി ഓരോ പ്രവൃത്തികളിലേക്ക് ഓടിപ്പോകുന്ന ഒരു എനർജിയാണ്. അപ്പം നമ്മൾ എന്ത് കാര്യത്തിലായാലും കൂടുതൽ ശ്രദ്ധയോടെ ജിജ്ഞാസയോടുകൂടി മുന്നോട്ട് അതിൻ്റെ ഫലങ്ങൾ ആലോചിക്കാതെ എടുത്തു ചാടി ചെയ്യരുതെന്ന് ഈ കാർഡ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് 8 ഓഫ് സോഡ്സ് ആണ്. ഇതിൽ 8 വാളുകൾ കുത്തി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുന്നിലൊരു വനിതയെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മൾ സ്വയം പരിമിതപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. വേണമെങ്കിൽ ആ വനിതയ്ക്ക് ആ കെട്ടുകളൊക്കെ അഴിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ചില ആളുകളുണ്ട്, നമ്മൾ തന്നെ സ്വയം വേലിക്കെട്ടുകൾ തീർത്ത് അതിൽ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥ. അവർ കണ്ണു തുറന്ന് നോക്കാനോ അവർക്ക് മുന്നോട്ടുള്ള വഴിയിലേക്ക് നോക്കാനോ അവർ തയ്യാറാകുന്നില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി പുതിയ പുതിയ വഴികൾ തേടി നമ്മളെ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോഴാണ് ഒരു ജീവിതത്തിൻ്റെ സക്സസ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മുന്നോട്ട് പോകാനാവാതെ എനിക്ക് വഴികളൊന്നുമില്ല, എനിക്കൊന്നുമില്ല എന്ന് വിലപിച്ചിരിക്കുന്നവരുടെ ഒരു എനർജിയാണ്. പക്ഷേ ഈ കാർഡ് നമ്മളെ ഉപദേശിക്കുന്നത് അങ്ങനെ നമ്മൾ സ്വയം ഇങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കരുത്. അതിന് മുന്നോട്ട് പോകാൻ നമ്മുടെ കണ്ണ് തുറന്ന് നോക്കി നമ്മുടെ മുന്നോട്ടുള്ള വഴികൾ തിരിച്ചറിഞ്ഞ് സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോകാൻ ഈ കാർഡ് നമ്മളെ ഉപദേശിക്കുന്നു. അടുത്തത് 9 ഓഫ് കപ്സ് ആണ്. ഇതിൽ ഈ കപ്പുകൾ അടുക്കി വെച്ച് അതിൻ്റെ മുന്നിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ കാണിക്കുന്നത് ഈ ആളുടെ
എല്ലാ കാര്യങ്ങളും മാറ്റി ഇങ്ങനെ വിജയത്തിലേക്ക് എത്തി. എല്ലാ കപ്പുകളും എല്ലാം വികാരപരമായി ആൾ സ്വയം അതിനെ മനസ്സിലാക്കി അവനവനെ തന്നെ സ്നേഹിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരാളാണ്. ഒറ്റയ്ക്കാണെങ്കിലും സ്വയം നമ്മളെ തന്നെ സ്നേഹിച്ച് സന്തോഷത്തോടെ ആ കിട്ടിയതിൽ സംതൃപ്തിയോടെ ഇരിക്കുന്നൊരു എനർജിയാണ്. നമ്മൾക്കുള്ളത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ സ്നേഹിച്ച് അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഈ കാർഡ് നമ്മളെ ഉപദേശിക്കുന്നു. ഓവറോൾ നമ്മളെ കരിയറിലായാലും മറ്റുള്ള ബന്ധങ്ങളിലായാലും നമ്മുടെ റിലേഷൻഷിപ്പിലായാലും എന്തിലായാലും നമ്മൾ എടുത്ത് ചാടി ഒന്നും ചെയ്യരുതെന്നും പുതിയ പ്രതീക്ഷകൾ വെച്ച് നമ്മുടെ പരിമിതികൾ അത് മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം നമ്മളെ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകണമെന്ന് ഈ കാർഡുകളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇത് റെസൊനേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ കാണും, അത് അമർത്തുക. ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്.